റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ടോ എൻ്റെ പൊന്നളിയാ, എന്തൊരിത്. എന്താണ് ഇപ്പം ഇങ്ങനൊരു പോക്ക്? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രശ്നം. ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പാടില്ല, ഉള്ളി എൻട്രിയാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾക്ക് ശേഷമാണ് നമ്മൾ NH66 അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ കോഴിക്കോടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ഥലപ്പേര് മറന്നുപോയല്ലേ, പഠിച്ചു വെച്ചിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമനാട്ടുകര അടുത്തുള്ള അഴിഞ്ഞിലം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മലപ്പുറം ഭാഗത്തേക്കുള്ള റോഡ് പണി കാഴ്ചയാണ്. ചേളാരി ഭാഗത്തേക്കുള്ള റോഡ് പണി കാഴ്ചകളാണ്. റോഡ് പണി ഏകദേശം പലയിടത്തും ഇതേപോലെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തെ കാഴ്ച, അവിടുന്ന് ഇങ്ങോട്ട് വന്നത്, ആ ഭാഗത്തേക്കുള്ള വീഡിയോ നമ്മൾ പിന്നെ എടുക്കാം. അവിടെ എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ, അവിടെ അല്ലേ വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ മാമ്പുഴ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. കുറച്ച് ഭാഗത്ത് പണിയുണ്ട്. ഇങ്ങോട്ടൊക്കെ ഇതായെന്ന് അറിയാൻ വയ്യ, നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് നോക്കുമ്പോൾ പൊളിയല്ലേ, സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആ ചേളാരി ഭാഗത്തേക്കുള്ള റോഡ് നിർമ്മാണ കാഴ്ചകൾ കാണേ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് തിരിച്ച് കൊല്ലത്തേക്ക് പോവാം, കൊല്ലത്ത് നിന്ന് റോഡ് പണിയുടെ വീഡിയോ ഒക്കെ എടുക്കാൻ. കൊല്ലത്തേക്ക് വരുന്നുണ്ട്, വരണം. മിസ് യു കൊല്ലം. കോഴിക്കോട് അടിപൊളിയാണ് കേട്ടോ, വൈബ് സ്ഥലമാണ് കോഴിക്കോട്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ രണ്ട് ഭാഗത്തെ റോഡ് നിർമ്മാണം പൂർത്തിയായതാണ്. പക്ഷേ ഇപ്പോൾ വാഹനങ്ങൾ ഈ 3 വരി പാതയിൽ കൂടെയാണ് കടത്തി വിടുന്നത്. അപ്പുറത്ത് ഈ നിർമ്മാണത്തിൻ്റെ കുറേ സാമഗ്രികളൊക്കെ വെച്ചതിനെ കൊണ്ട് തന്നെ അത് ഓപ്പണായി കൊടുത്തിട്ടില്ല. അപ്പുറം തൊട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കേട്ടോ, റോഡ് പണി പൂർത്തിയായപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും അപ്പുറമായിട്ട് മാറിയിട്ടുണ്ട് ലുക്ക് കേട്ടോ. നമ്മുടെ നാട്ടിൻ്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി, വേറെ ലെവലായി. പ്രത്യേകിച്ച് കുറേ കടകളും കാര്യങ്ങളുള്ള സ്ഥലത്തൊക്കെ എത്തുമ്പോൾ അങ്ങോട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ടൗൺ ഏരിയയിലൊക്കെ എത്തുമ്പോൾ ഏതോ വലിയ ടൗണിലെത്തിയ ഒരു പ്രതീതിയാണ്. ഈ റോഡ് വന്നപ്പോൾ അത്രയ്ക്ക് മാറ്റമാണ് നമ്മളെ നാട്ടിൽ വന്നിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ കംപ്ലീറ്റ് 6 വരി പാത ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പലയിടത്തും ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ കോഴിക്കോട് ഭാഗത്തേക്കും 1-2 പാലത്തിൻ്റെ പണിയാണ് ബാക്കിയുള്ളത്. അത് നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം. നമുക്ക് സെൻറ്ററിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, വാഹനങ്ങൾ അത്രയ്ക്ക് സ്പീഡിലാണ് വരുന്നത്. ഫുള്ള് ഓപ്പൺ ആക്കി കൊടുത്തപ്പോഴേ ഗ്ലാസ്സൊക്കെയാണ്, വാഹനം ചീർപ്പണ്ണാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവിടെ കയറുമ്പോൾ നല്ല സ്പീഡിന് പോകണം. ഈ വണ്ടി അത്ര സ്പീഡിന് പോകില്ല, അല്ലെങ്കിൽ അതേപോലെ പോകണം. ഇവിടെ സൈൻ ബോർഡിൻ്റെയൊക്കെ സ്ഥലപ്പേരൊക്കെ, അതിൻ്റെ ബോർഡിൻ്റെയൊക്കെ സാധനം ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സേവാ മന്ദിര രാമനാട്ടുകര, ഇതും കോൺട്രാക്റ്റിലുള്ളതാണ്. ഈ ബസ് സ്റ്റോപ്പ് വലിയ ലുക്കൊന്നുമില്ല അല്ലേ. അത് മതി. മഴ പെയ്താ മൊത്തം തന്നെ ഇച്ചിരി കൂടെ വീതി വേണോ. ആ സൈൻ ബോർഡൊക്കെ ഇവിടെ, സ്ഥലപ്പേരൊക്കെ ഇവിടെ വിറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാലക്കാട് കാലിക്കറ്റ് എയർപോർട്ട്, ഇത് പഴയ ബോർഡ് എടുത്ത് വിറ്റ് ഇവിടെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ, പുതിയതല്ല. ആ ലുക്കൊക്കെ ഇവിടുന്ന് തന്നെ നോക്കാം. ഇവിടെയൊക്കെ നീ വരയിടാറുണ്ട് എങ്കിൽ തന്നെ ആ ലുക്കും, ആ സ്ട്രീറ്റ് ലൈറ്റ്, ഇത് എല്ലാം കൂടെ കത്തുമ്പോൾ ഇവിടെ പ്രകാശപൂരിതമാവുമല്ലോ. ഇത് ഹൈവേയിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഈ രീതിയിലാണ് ഇവിടെ എൻട്രൻസ് ചെയ്യുന്നത്.
ഹൈവേയിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിജിറ്റൽ സൈൻ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഡിജിറ്റൽ സൈൻ ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോളാറിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സൈൻ ബോർഡ്. ചേലാമ്പ്ര റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ടോ എൻ്റെ പൊന്നളിയാ. എന്തൊരിത് നമ്മളെ നാട് തന്നെ. ഇത്രയും വീതിയുള്ള റോഡ് വന്നപ്പോൾ റോഡിലുള്ള വാഹനങ്ങൾ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ വാഹനങ്ങൾക്ക് കുറവില്ല, കാരണം വാഹനങ്ങൾ വളരെ വേഗത്തിൽ ഓടിപ്പോകുന്നതിനെ കൊണ്ട് തന്നെ, ബ്ലോക്കില്ലാത്തതിനെ കൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഈ ടൗൺ ഏരിയയിൽ സർവീസ് റോഡെന്ന് പറയുന്നത് വളരെ കൺജസ്റ്റഡ് ആണ്, വളരെ സ്ഥലക്കുറവാണ്. കാരണം 45 മീറ്ററിലാണ് റോഡ് പണി പൂർത്തീകരിക്കുന്നത്. സർവീസ് റോഡ് വളരെ കുറവാണ്, വീതി കുറവാണ്. അപ്പോൾ ടൗൺ ഏരിയയിൽ നല്ല ബ്ലോക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. മെയിൻ റോഡിൽ വലിയ ബ്ലോക്ക് കാണത്തില്ല. ടൗൺ ഏരിയയിൽ സർവീസ് റോഡ്, മറ്റു വാഹനങ്ങൾ എക്സിറ്റ് എൻട്രി ചെയ്യുന്ന ഭാഗത്തൊക്കെ എല്ലായിടത്തും തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം സർവീസ് റോഡിൽ നല്ല വീതി കുറവാണ്. പാർക്കിങ്ങും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ആ ഒരു പ്രശ്നമാണ് ടൗൺ ഏരിയകളിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം. ഇവിടെയൊക്കെ നല്ല ഹൈറ്റുള്ള പ്രദേശമായിരുന്നു, ഇതൊക്കെ ടൗൺ ഏരിയ ആണ്. അപ്പോൾ പുതിയ റോഡ് ഇടിച്ച് താത്തിട്ടാണ് ഇവിടെ റോഡ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇത് ഓവർപാസ്സാണ് കേട്ടോ. അവിടെ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നല്ല വീതിയുള്ള ഓവർപാസ്. ആഹാ, എന്താ തണുപ്പ്. ഓവർപാസ്സാണ്. ഇത് ഏതാണ് സ്ഥലം? ആഹാ, എന്താ നല്ല തണുപ്പ്. മലബാർ ഗോൾഡ് ഒക്കെ കാണുന്നുണ്ട്. ചേളാരി എത്തിയാടെ, അതിനിപ്പോൾ എത്തിയ ചേളാരി. ഇപ്പം ഏതാ സ്ഥലം നോക്കട്ടെ. കക്കഞ്ചേരിയാണ്. കക്കഞ്ചേരിയിലെ കാഴ്ചയാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ പോയായിരുന്നെങ്കിൽ ഒന്നുകൂടി അടിപൊളി കാഴ്ചകൾ കാണാമായിരുന്നല്ലേ. ഇവിടുത്തെ ലുക്ക് മാറിപ്പോയില്ലേ, സ്ഥലം പോലും അറിയാൻ വയ്യ. ഇത് ഒന്നും കാണിക്കാനില്ല. റോഡ് പണിയൊക്കെ കംപ്ലീറ്റ് പണി പൂർത്തിയായത്. കാറുകൾ പോകുന്ന സ്പീഡ് കണ്ട, അത്രയും സ്പീഡിൽ പോകാണല്ലോ. അപ്പോഴും നമ്മൾ ബൈക്ക് ഒരിക്കലും ആ ഭാഗത്ത് കിടക്കില്ല. ഹെവി വാഹനങ്ങൾ ഒരിക്കലും സ്പീഡ് ട്രാക്കിലേക്ക് പോകരുത്. ഹെവി വാഹനങ്ങൾ സെൻട്രൽ ലൈനിൽ മാക്സിമം നിലർത്തുക. പറയുന്നത് ബൈക്കാർക്ക് വേണ്ട, ഇവിടെ ഷോൾഡർ ലൈൻ ഉണ്ട്, ഇതിലേക്ക് പോവാം, ഈസി ആയിട്ട് പോവാം. പക്ഷെ ഇതുവഴി പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കെയർഫുള്ളായിരിക്കണം. ചില വാഹനങ്ങൾ ഇതേപോലെ ഇപ്പോൾ ബ്രേക്ക് ഡൗണോ പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാൽ വാഹനങ്ങൾ നേരെ ഈ ഷോൾഡർ ലൈനിലായിരിക്കും നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഷോൾഡർ ലൈൻ കയറപ്പോൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. വാഹനം ഇങ്ങനെ നല്ല സ്പീഡിന് വരുമ്പോൾ വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിടാനുള്ള സാധ്യത. നല്ല പണി കിട്ടിയില്ല. കാണാം, ഇവിടുന്നാണ് നമ്മൾ ഇതേപോലെ യെല്ലോ ബ്ലാക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സിറ്റാണ്. ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, ഇവിടുന്ന് എക്സിറ്റാണ്. എക്സിറ്റ് മാത്രമാണ് ഇവിടെ അലോ ചെയ്യുന്നത്, എൻട്രി ഇല്ല. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻട്രൻസും കൂടെ ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. എൻട്രൻസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, വാഹനങ്ങൾ ചീർപ്പാഞ്ഞായിരിക്കും വരുന്നത്. അവിടെ എൻട്രൻസ് അലൗഡ് ചെയ്യുന്നതല്ല, എൻട്രി എക്സിറ്റ് ആയിരിക്കും. ഇങ്ങനെ പോവാണ്. ഗിയർ മാറിയിട്ടേ അല്ലേ, എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന്. പിന്നെ നമ്മൾ സ്ഥലം നോക്കാൻ വേണ്ടി നിർത്താൻ വേണ്ടി മാത്രം ഗിയർ ചേഞ്ച് ചെയ്തോണ്ട് കണ്ടോ.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ശരി. മുമ്പ് ഇവിടെ എന്തായിരുന്നു, എന്നാ തിരക്കും ബ്ലോക്കുമായിരുന്നു ഈ ഭാഗമല്ലേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്താണ് നമ്മളിപ്പം. അവിടുത്തെ ഓവർപാസ്സാണ് നിങ്ങൾ കാണുന്നത്. ഓ, വിശാലമായ സ്ഥലമാണല്ലോ. നമ്മളിവിടെ ഒരു എൻട്രി കാണുന്നുണ്ട്, എൻട്രി പോയിന്റ് ആണ് ഇവിടെ. നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പാടില്ല, ഉള്ളി എൻട്രി ആണ്. നമ്മളിതേപോലെ വര കാണുമ്പോൾ ആ വര കയറാൻ പാടില്ല. മോനെ അങ്ങോട്ടാണ് നോക്കി ഫുള്ള് തെങ്ങുന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ റോഡ് പണി പൂർത്തിയായി 100 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എത്ര 5 മണിക്കൂറിലെത്തി. കാറിനൊക്കെ 5 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താം. കൂടി പോയാൽ മാക്സിമം 6 മണിക്കൂർ. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. ഓ, നമുക്ക് സർവീസ് റോഡ് വഴി കയറാൻ. ഇതിപ്പോൾ ഇതേതാണ് സ്ഥലം? ചേലാരി എത്തി. എൻ്റെ മുന്നിൽ ഇത്ര പെട്ടെന്ന് 12-13 കിലോമീറ്റർ കവർ ചെയ്താ ഞാൻ. ഇത് എക്സിറ്റ് അല്ല, ഇത് എൻട്രി ആണ്. ഇവിടെ എക്സിറ്റ് എൻട്രി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആവും. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് ഫുള്ള് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് എന്താണ് ഇതേപോലത്തെ കാഴ്ചയിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന റോഡ്. പണികളെല്ലാം പൂർത്തിയായി. വരകളിട്ട് കഴിഞ്ഞു, സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, സൈൻ ബോർഡിൻ്റെ ബോർഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ സൈൻ ബോർഡും കൂടെ ഫിറ്റ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വാഹനങ്ങളെല്ലാം ചീറിപ്പാഞ്ഞു പോകുന്നു. നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് യൂട്ടേൺ അടിച്ച് കയറാമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത എക്സിറ്റിന് ഇറങ്ങാം. അതല്ലേ അടുത്ത എക്സിറ്റ്. സത്യം പറഞ്ഞാൽ അടിപൊളി അല്ലേ. കൊല്ലത്തൊക്കെ നീ കുറച്ച് നാളും കൂടെ പിടിക്കൂടെ ഇത് വഴി ഇങ്ങനെ ആയി വരതോ നീണ്ടു കിടക്കുന്നൊക്കെ. മോനെ, ഇത് കേരളമല്ല, ഇത് വേറെ ഏതോ നാടാ. ഈ വണ്ടികളെല്ലാം ഇവിടുന്ന് എക്സിറ്റ് അടിക്കുന്നില്ല. ഇത് എക്സിറ്റ് അല്ല, ഇത് എക്സിറ്റ് അല്ല. ഇവിടെ ഹോട്ടലിൻ്റെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടുന്ന് തിരിഞ്ഞു ഇവിടുന്ന് കയറാൻ പാടില്ല. ഇത് എൻട്രി ആണ്. സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള എൻട്രി ആണ്. അവിടെ എക്സിറ്റ് പാടില്ല. എക്സിറ്റ് ചെയ്താൽ മുമ്പ് ഞാൻ പറഞ്ഞല്ല, അവിടെ ബ്ലോക്ക് ആവും. ആ 2 വാഹനങ്ങൾ അങ്ങോട്ട് എക്സിറ്റ് ചെയ്യുന്നത് എൻട്രി ചെയ്യുന്നത് ബ്ലോക്ക് ആവും. എക്സിറ്റ് ഇനി വരുന്ന ഭാഗത്താണ് എക്സിറ്റ് വരുന്നത്.
VK പടി. ക്യാമറയൊക്കെ ഉണ്ടല്ലോ, സർവേലൻസ് ക്യാമറയൊക്കെ ഇത്ര മീറ്റർ ഇടവിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ യു ടേൺ എടുക്കുന്നത് എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ ഇപ്പം ഈ ഭാഗത്തേക്കുള്ള റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, ഈ സൈഡിലാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിലെ റോഡിൽ കയറണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, വീണ്ടും വരക്കെട്ട് പണി പൂർത്തിയായ ഭാഗത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എക്സിറ്റ് ചെയ്യാൻ മറന്നു പോയാലുള്ള പ്രശ്നം ഇതാണ്. പിന്നെ നമ്മൾ കിലോമീറ്ററുകൾ ഇങ്ങനെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നെ ഒരു എക്സിറ്റ് പോയിന്റ് കിട്ടും. അപ്പോൾ കൃത്യമായി നമ്മൾ സ്ഥലങ്ങൾ മനസ്സിലാക്കണം. ഈ പരിസരത്തുള്ളവർക്ക് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല ഈ റോഡ് വഴി ചീർപ്പാണ്ടി പോകുമ്പോൾ. അപ്പോൾ അവിടെ പുതിയതായിട്ട് വരുന്നതാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക റോഡ് എക്സിറ്റ്. അപ്പോൾ ആ സ്ഥലം എത്തുന്നതിന് മുമ്പ്, ഇപ്പോൾ VK പടി എന്ന് പറയുന്ന ഈ സ്ഥലം എത്തുന്നതിന് മുമ്പ്, ഈ സ്ഥലം എത്തിയതിന് ശേഷം ആവരുത് എക്സിറ്റ് ചെയ്യാൻ. അങ്ങനെ എക്സിറ്റ് ചെയ്താൽ തിരിച്ച് ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വീണ്ടും കിലോമീറ്ററുകൾ പോയി അണ്ടർപാസ് ഓവർപാസ് എത്തി. കോഴിക്കോട് വന്നതിന് ശേഷം പിന്നെ ഈ ബസ്സാണ്, ഈ വയലറ്റ് കളറുള്ള ബസ്സാണ് കാരണം. എറണാകുളത്താണെങ്കിൽ ഏറ്റവും ബസ് സിറ്റി ബസ്സാണ്, നീല ബസ് അല്ല പച്ച ബസ്. കോഴിക്കോട് ആ പച്ച ബസ്സിന് ശല്യം മൊത്തം ഈ ബസ്സാണ്. ഓക്കെ, നമുക്ക് ഈ ഹൈവേയിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് അടിക്കാമെന്ന് നോക്കാം. എക്സിറ്റ് അടിക്കുന്നത് ഇതേപോലെയാണ്. നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ ഇതേപോലെ തന്നെ ഇതേപോലെ യെല്ലോ ബ്ലാക്ക് ലൈൻ കാണും അവിടെ. ഇതേപോലെ എക്സിറ്റ് ലൈൻ കാണും. ഞാൻ മുമ്പേ കാണിച്ച എൻട്രി ലൈനാണ്, അതുവഴി നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എക്സിറ്റ് ലൈൻ ആണ്. ഇവർ കാണിക്കുന്ന കണക്ക് ഇതുവഴി എൻട്രി ചെയ്യാനും പാടില്ലാത്തതാണ് എൻട്രി ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ റോഡ് പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാത്തതാണ് നല്ലത്. ഇത് എക്സിറ്റാണ് ചെയ്യേണ്ടത്. നമ്മൾ പിന്നെ എക്സിറ്റ് എടുത്തിട്ട് അപ്പുറത്തെ റോഡിൽ പോകണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ സർവീസ് റോഡ് വഴി കയറുക. ഈ സർവീസ് റോഡ് 1 വേ അല്ല കേട്ടോ, 2 വേ ആണ്. 2 സൈഡ് വാഹനങ്ങൾ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല അടിപൊളി ഒന്നാന്തരം ട്രാഫിക് ബ്ലോക്കാണ്. ഇതിപ്പോൾ ഏത് വഴിയാണ് ഞാൻ പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതുവഴിയാണോ അതുവഴിയാണോ, ആകെ കൺഫ്യൂഷനാണ്. 2 വേ എന്നാണ് ചിലവർ പറയുന്നത്. 1 വേ ആണെങ്കിലാണ് കുറച്ചും കൂടി നല്ലത്. 2 വേ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും, ആകെപ്പെടും. 1 വേ ആക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ടൗൺ ഏരിയയിലെങ്കിലും 1 വേ ആക്കും അവർ സർവീസ് റോഡ്. ഈ സർവീസ് റോഡിൽ കാണുന്ന ഈ ഓടയില്ലേ, ഇതും റോഡാണ്. ഇതുവഴിയും നമുക്ക് വാഹനം ഓടിക്കാം. ഇതേപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമല്ല ഈ ഓടയെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വാഹനം ഓടിക്കാനുള്ള ഭാഗമാണ്. ഇതേപോലെ വാഹനം പോകാനുള്ള റോഡ് തന്നെയാണ് ആ ഓട. അപ്പോൾ നമ്മളിതേപോലെ സർവീസ് റോഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ പോകണം. സർവീസ് റോഡിൽ പോയി കാണുമ്പോൾ എവിടെയെങ്കിലും അണ്ടർപാസോ ഓവർപാസോ കാണും. അവിടെ ഒരു ഓവർപാസ് ആണ്. ആ ഓവർപാസ് വഴി വീണ്ടും സർവീസ് റോഡിൽ കയറണം. ഇതേപോലെ സർവീസ് റോഡിൽ കയറിയിട്ട്
വേണ്ട, ഇവിടെ ആ കൺഫ്യൂഷനാണല്ലോ സർവീസ് റോഡ്. ഓ വിശാലമായ ഇതെന്തോടെ ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇത്രയും വലിയ ഓവർ പാസ് വേണം. സർവീസ് റോഡിൽ കയറി വീണ്ടും ഈ ഭാഗത്തുള്ള ഓവർ പാസ് വഴി കയറിയിട്ട് വീണ്ടും ഇതുവഴിയുള്ള സർവീസ് റോഡിൽ കയറണം. വീണ്ടും ഇങ്ങനെ സർവീസ് റോഡ് വഴി പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു എൻട്രി ആണ്, മെയിൻ റോഡിലേക്ക് കയറാനുള്ള എൻട്രി. ഈ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ എങ്കിൽ സർവീസ് റോഡിൽ മെയിൻ റോഡിൽ കയറിയാൽ പിന്നെ തിരിച്ചു വരാനും ഭയങ്കര പാടാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് വേണ്ട ഇവിടെ എൻട്രി ആണ് കേട്ടോ. ഇത് എൻട്രി പോയിൻ്റാണ്, ഇവിടുത്തെ എക്സിറ്റ് പോയിൻ്റ് അല്ല. എക്സിറ്റ് പോയിൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ ഇതുവഴി എക്സിറ്റ് ചെയ്യപ്പം ഇവിടെ ഒരാൾ എൻട്രി ചെയ്യപ്പം ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിയമം നമ്മൾ കർശനമായി പാലിച്ചാൽ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണിപ്പോൾ ഇങ്ങനൊരു പോക്ക്? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം എക്സിറ്റ് എൻട്രി ചെയ്യുക. ഒരിക്കലും ഈ റോങ് സൈഡിൽ നിന്ന് കയറി വരില്ല. ഇപ്പം തന്നെ പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തണക്കാണ്. ഒരിക്കലും ഈ കാർ ഇപ്പം ചെയ്യുന്ന വലിയ മണ്ടത്തരാണ് ഇപ്പോൾ ഈ കാറ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. കാരണം വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് വരുന്നത്. കാരണം ഈ ഭാഗത്ത് നമ്മളെ സൈഡാണ്. അപ്പോൾ നമുക്ക് അനുവദിച്ച സ്പീഡിൽ നമുക്ക് പോവാം. ഓപ്പോസിറ്റ് ഒരു കാരണവശാലും വണ്ടി വരാൻ പാടില്ല. അത്ര ഗുരുതരമായ തെറ്റാണ്. ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം പൂർണ്ണമായിട്ട് ഓപ്പൺ ആയിട്ടെന്ന രീതിയിലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡ്രൈവിങ്ങിൽ കുറച്ച് മാന്യത പാലിക്കുക. കുറച്ച് സമയം നമ്മൾ വിട്ടടിച്ച് സ്പീഡിന് വരുന്നതല്ലേ, അപ്പോഴും എക്സിറ്റ് എൻട്രി കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക. ഓപ്പോസിറ്റ് ഒരിക്കലും ഹൈവേ കൂടി കയറി വരരുത്. അത് നിങ്ങൾ അസാഡ് ലൈറ്റ് ഇട്ടാലും ശരി, ഒരിക്കലും ഹൈവേ കയറി വരരുത്. വലിയ വീഡിയോ ആയിപ്പോയെന്ന് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായി മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും